ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. ഓവണും ബീറ്ററും ഒന്നുമില്ലാതെ ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ രുചിയിൽ കുക്കറിലാണ് നമ്മൾ ഈ കേക്ക് തയ്യാറാക്കുന്നത്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ടും അതുപോലെ തന്നെ നട്ട്സും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിലേക്കായി കുറച്ച് ഈത്തപ്പഴം കട്ട് ചെയ്തത്, ടൂട്ടി ഫ്രൂട്ടി, അതുപോലെ തന്നെ ചെറി കട്ട് ചെയ്തത്, ബദാം പരിപ്പ്, അണ്ടിപ്പരിപ്പ് ചെറുതായി കട്ട് ചെയ്തത്, അതുപോലെ തന്നെ 2 വിധം ഉണക്കമുന്തിരി. അപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ടാണോ ഉള്ളത് അത് ഡ്രൈ ഫ്രൂട്ട് ഏതും ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ശേഷം ഞാനിവിടെ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നട്ട്സും ഫ്രൂട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയ ശേഷം 1 മണിക്കൂർ ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ചൂടായ പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇതുപോലെ വിതറി ഒന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത ഉടനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതി. എന്നിട്ട് നല്ല പോലെ ഉരുക്കി വന്നതിന് ശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ടൈം ഞാൻ ഇളക്കി കൊടുത്തിട്ടൊന്നുമില്ല. അപ്പം നമ്മുടെ പഞ്ചസാര മുഴുവനായിട്ടും ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ടൈമിൽ ഞാൻ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പതഞ്ഞൊരു സൈഡിൽ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ചട്ടി മുഴുവനായിട്ടും ഇതുപോലെ പത വരുന്ന ടൈം വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നല്ല പോലെ തിള വന്ന ടൈമിൽ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. നല്ല പോലെ തിളച്ചതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയെന്ന് നോക്കാം. അപ്പോൾ 240 ml 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എടുക്കുന്ന ടൈമിൽ ഒട്ടും വെള്ളമില്ലാത്ത ബൗളിലേക്ക് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, അതായത് അപ്പ സോഡ. ശേഷം നമുക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഇത് തമ്മിൽ മാറിപ്പോവരുത്. ഇനി നമുക്ക് 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 3 തവണ നമ്മളിത് അരിച്ചെടുക്കണം. നമ്മളിതിലേക്ക് ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ എല്ലാ വശത്തും ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിച്ചെടുക്കുന്നത്. അപ്പം നമ്മളിത് 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ശേഷം നമുക്കൊരു ബൗളിൽ 3 മുട്ട എടുക്കാം. ഇനി നമുക്ക് 2 മിനിറ്റ് ഒന്ന് ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊടിക്കാത്ത 1/2 കപ്പ് പഞ്ചസാരയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നമ്മൾ 2 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മളിത് മാറ്റി വെക്കാം. ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ച നട്ട്സും ഫ്രൂട്ടൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിൻ്റെ ജ്യൂസ് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കാം. അത് നമുക്ക് ലാസ്റ്റ് ആവശ്യമുണ്ട്. ജ്യൂസൊക്കെ ഊറ്റിയെടുത്ത ഫ്രൂട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 3 ടീസ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. നമ്മളിത് കേക്കിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഒരു വശത്ത് കട്ട പിടിച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ശേഷം നമ്മൾ മാറ്റി വെച്ച ജ്യൂസ് നമ്മൾ തയ്യാറാക്കി വെച്ച മുട്ടയുടെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ക്യാരമൽ ചെയ്തെടുത്ത സിറപ്പും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം. മിക്സ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഇളക്കി കൊടുക്കാം.
ഇത് മുഴുവനായിട്ടും ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ആദ്യം നമുക്ക് പകുതി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ബാക്കിയുള്ളതും ഇട്ട് മെല്ലെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ബീറ്റ് ചെയ്യുന്നത് പോലെ ഒന്നായിട്ട് ഇളക്കി കൊടുക്കരുത്. മെല്ലെ മെല്ലെ ഇളക്കി പൊടി കട്ടയില്ലാതെ യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം അങ്ങനെ പൊടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിലൊന്നും നമ്മൾ ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ. ഓയിൽ എപ്പോഴാണ് ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ടും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 2 ഓറഞ്ചിൻ്റെ തൊലി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തൊലി ചേർക്കുന്ന ടൈമിൽ അതിൻ്റെ അടിവശത്തെ വെള്ള ഭാഗം കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ കേക്കിന് കയ്പ്പ് വരും. അപ്പോൾ അടിവശം നല്ല പോലെ കളഞ്ഞതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷമാണ് നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർക്കേണ്ടത്. അപ്പോൾ ഓയിൽ കൂടാതെ നമുക്ക് ഇതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പോലെ ഒന്ന് മെല്ലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് ഓയിൽ ചേർക്കുന്ന ടൈമിൽ നമ്മൾ കേക്കിന് നല്ലൊരു സോഫ്റ്റാണ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ജാതിക്ക, ഗ്രാമ്പു, പട്ട എന്നിവ പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് പ്ലം കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നട മിക്സാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാനായിട്ട് ഒരു കുക്കറിൽ നെയ്യ് പുരട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടിവശത്തും സൈഡ് വശത്തും ഒക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം ബാറ്റർ ഒഴിച്ച് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ ഒഴിച്ച് കൊടുത്ത ശേഷം നമുക്ക് മെല്ലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഈ ടൈമിൽ ഞാൻ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ മറന്നു പോയി. അപ്പോൾ നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു ചുവട് കട്ടിയുള്ള ഒരു പാത്രം നല്ല പോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിന്മേൽ കുക്കർ വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി ഒരു 30 to 40 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ച് കൊടുത്ത ടൈമിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ മറന്നത് കാരണം ഒരു 30 മിനിറ്റ് ആയ ടൈമിൽ ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി തുറന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിയാതെ ഇതുപോലെ തുറന്ന് നോക്കരുത്, കാരണം പിന്നീട് അത് പൊങ്ങി കിട്ടില്ല. ഒരു 40 മിനിറ്റിന് ശേഷം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ചൂടോട് കൂടി നമ്മൾ ഇതിന് എടുക്കുകയാണെങ്കിൽ പൊട്ടിപ്പോവും. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രം നമുക്കിതിൽ നിന്നും എടുത്തു മാറ്റാം. ഇപ്പം നമ്മുടെ കേക്ക് നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒരു കത്തിയൊക്കെ ഉപയോഗിച്ച് വിടിയിപ്പിച്ചതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.